ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. യൂണിറ്റ് 1 ദ സീഡ് ഓഫ് ട്രൂത്ത്. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ? നമ്മൾ ആദ്യം സീഡ് ഓഫ് ട്രൂത്ത് എന്നുള്ള ഈ പാഠഭാഗത്തിലെ ഓരോ പിക്ചേഴ്സ് അല്ലേ, അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചിത്രകഥ പറയാം. Today's activities: arrange the events of the story in correct order. Sing the poem Odds, Peas, Beans. Find the rhyming words and draw your favorite lines. ആദ്യത്തെ ആക്ടിവിറ്റി 5 ആണ് അറേഞ്ച് ദ ഈവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ കറക്റ്റ് ഓർഡർ എന്നുള്ളത്. പിന്നെ സിംഗ് ദ പോയം, നമ്മൾ ഓട്സ് പീസ് ബീൻസ് എന്നുള്ള പോയം പഠിച്ചു. അതിലെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വരിയുടെ ചിത്രം വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ സെലക്ടിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് പിങ്കളാസ് ഗാർഡൻ. പിങ്കളയുടെ ഗാർഡനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് പേജ് നമ്പർ 26 ആക്ടിവിറ്റി 7. Do the language game word ladder. അത് പേജ് നമ്പർ 29 മൈ വേർഡ്സ് എന്നുള്ള ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ്, fill in the blanks with the words from the story The Seed of Truth and check whether you can do it. അത് പേജ് നമ്പർ 30. ഓക്കെ. അപ്പോൾ ഈ പോയം നിങ്ങൾ നല്ല ഈണത്തിലൊക്കെ ചൊല്ലി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അതോടൊപ്പം ആക്ടിവിറ്റി 5, ആക്ടിവിറ്റി 7 മൈ വേർഡ് എന്നുള്ള ആക്ടിവിറ്റി, പിന്നെ പേജ് നമ്പർ 30 ഐ ക്യാൻ എന്നുള്ള ഈ ആക്ടിവിറ്റി പ്രോജക്റ്റ് വർക്കും കൂടെ ചെയ്യണം. ആദ്യം നമുക്ക് ഈ പോയത്തിലെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാം. ഗ്രോ, ഹൗ, ഹാൻഡ്, ലാൻഡ്, റിംഗ്, സിംഗ്, ഗ്രൗണ്ട്, അറൗണ്ട്. ആക്ടിവിറ്റി 5. അപ്പോൾ നമുക്കത് കറക്റ്റ് ഓർഡറിലല്ല തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ചുവട്ടിലായിട്ട് തന്നിട്ടുള്ള ലൈൻസിൽ അത് എഴുതുക. ആക്ടിവിറ്റി 5. The following are events taken from the story The Seed of Truth. They are a jumbled order. Rearrange the events in the correct order. ആദ്യം തന്നിട്ടുള്ളത് പിങ്കള ആൾസോ ഗോട്ട് സം സീഡ്സ്. പിങ്കളക്ക് കുറച്ച് വിത്തുകൾ ലഭിച്ചു എന്നാണ്. ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ. അദ്ദേഹത്തിന് വളരെ പ്രായമായിരുന്നു, മക്കൾ ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, പിങ്കള വാസ് അൺഹാപ്പി ബട്ട് ഹി വെന്റ് ടു ദ പാലസ്. പിങ്കള അസന്തുഷ്ടനായിരുന്നു എങ്കിലും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയി. ഫോർത്ത് പോയിന്റ്, വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. വിദ്യാധര ഗാന്ധാരയിലെ രാജാവായിരുന്നു. പിങ്കള സോവ്ഡ് ദ സീഡ് ബട്ട് ഇറ്റ് ഡിഡിൻറ്റ് സ്പ്രൗട്ട്. പിങ്കള വിത്ത് വിതച്ചെങ്കിലും അത് മുളച്ചില്ല. ആറാമത്തെ പോയിന്റ് എന്താണ്? ഹി ഡിസൈഡഡ് ടു കണ്ടക്ട് എ ടെസ്റ്റ് ഫോർ ഫൈൻഡിങ് ഹിസ് സക്സസർ. തൻ്റെ പിൻഗാമിയെ കണ്ടെത്തുന്നതിനായി ഒരു പരിശോധന നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. പിങ്കള ബിക്കെയിം ദ പ്രിൻസ്. പിങ്കള രാജാകുമാരനായി. എട്ടാമത്തെ പോയിന്റ് എന്താണ്? ദ കിങ് സെഡ് ദാറ്റ് ഹി ഗേവ് റോസ്റ്റഡ് സീഡ് ടു എവരിബഡി. എല്ലാവർക്കും വറുത്ത വിത്തുകൾ നൽകിയതായി രാജാവ് പറഞ്ഞു. നയൻത് പോയിന്റ്, ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ടു ദ ചിൽഡ്രൻ. രാജാവ് കുട്ടികൾക്ക് വിത്തുകൾ വിതരണം ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഓർഡർ ചെയ്ത് കൊടുക്കാം. ആദ്യത്തേത് ഏതാണ് വരുന്നത്? വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. രണ്ടാമത്തേത്, ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ. മൂന്നാമത്തെ പോയിന്റ്, ഹി ഡിസൈഡഡ് ടു കണ്ടക്ട് എ ടെസ്റ്റ് ഫോർ ഫൈൻഡിങ് ഹിസ് സക്സസർ. നാലാമത്തെ പോയിന്റ്, ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ടു ദ ചിൽഡ്രൻ. അഞ്ചാമത്തെ പോയിന്റ്, പിങ്കള ആൾസോ ഗോട്ട് സം സീഡ്സ്. ആറാമത്തെ പോയിന്റ്, പിങ്കള സോവ്ഡ് ദ സീഡ് ബട്ട് ഇറ്റ് ഡിഡിൻറ്റ് സ്പ്രൗട്ട്. ഏഴാമത്തെ പോയിന്റ്, പിങ്കള വാസ് അൺഹാപ്പി ബട്ട് ഹി വെന്റ് ടു ദ പാലസ്. എട്ടാമത്തെ പോയിന്റ്, ദ കിങ് സെഡ് ദാറ്റ് ഹി ഗേവ് റോസ്റ്റഡ് സീഡ്സ് ടു എവരിബഡി. ഒൻപതാമത്തെ പോയിന്റ്, പിങ്കള ബിക്കെയിം ദ പ്രിൻസ്.
എന്നിട്ട് നിങ്ങളത് കറക്റ്റായിട്ട് തൊട്ടടുത്ത് കാണുന്ന ലൈൻസിൽ അത് എഴുതി കൊടുക്കണം. ഓക്കെ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് സെലക്ടിങ് സൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ബിലോ. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബ്രാഞ്ച്, ബ്യൂട്ടിഫുൾ, വാട്ടറിങ്, ഓഫ്, ബിഗ്, അണ്ടർ, ഫ്ലട്ടറിങ്, ബേർഡ്സ്. ഇത് കൊടുത്ത് നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ പൂർത്തിയാക്കാം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. It is a beautiful garden. There are flowers of different colors. Butterflies are fluttering around the flowers. Pingala is watering the plants. There is a big tree at the corner of the garden. 2 birds are sitting on the tree. A cat is playing under the tree. There is a squirrel on a branch of the tree. എന്തൊക്കെയാണ് കാണുന്നത്? ഇത് മനോഹരമായൊരു പൂന്തോട്ടം. പിന്നെ പല നിറത്തിലുള്ള പൂക്കളുണ്ട്. പൂക്കൾക്ക് ചുറ്റും പൂമ്പാറ്റകൾ പാറി നടക്കുന്നു. പിങ്കൾ എന്താണ് ചെയ്യുന്നത്? ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു വലിയ മരമുണ്ട്. അതിൽ 2 കിളികളുണ്ട്. പിന്നെയോ അതിന് താഴെ, മരത്തിന് താഴെയായിട്ടൊരു പൂച്ച കളിക്കുന്നു. ഒരു അണ്ണാറക്കണ്ണൻ ഇതിൻ്റെ മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്നുണ്ട്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. കംപ്ലീറ്റ് ദ വേർഡ് ലാഡർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വ്യൂസ് ഗിവൺ ബിലോ. ഫസ്റ്റ്, ഡാഷ് ഈസ് ദ ബെസ്റ്റ് പോളിസി. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഐ ഹാവ് എ 2-old sister. 2-year-old sister. മൂന്നാമത്തേത്, ഡാഷ് മേക്സ് പ്ലാന്റ്സ് ഹാപ്പി ആൻഡ് ഹെൽത്തി. റെയിൻ മേക്സ് പ്ലാന്റ്സ് ഹാപ്പി ആൻഡ് ഹെൽത്തി. മഴ വന്നാലാണ് ചെടികൾ സന്തോഷിക്കുന്നത്, അല്ലേ? നാലാമത്തെ പോയിന്റ്, ഡാഷ് ഈസ് ദ ഹോം ഓഫ് ബേർഡ്സ്. കിളികളുടെ കൂടിന് എന്താ പറയുന്നത്? നെസ്റ്റ്. 5, ട്രീസ് ഗിവ് us ഫ്രൂട്ട്സ് ആൻഡ് ഷെയ്ഡ്. മരങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? പഴങ്ങളും തണലും തരുന്നു. എ സീഡ് ഈസ് സീൻ ഇൻസൈഡ് ദ ഫ്രൂട്ട്. പഴത്തിനുള്ളിലാണ് അതിൻ്റെ സീഡ്, അല്ലെ, വിത്ത്. അപ്പോൾ നമുക്ക് ഈ വേർഡ് ലാഡർ കംപ്ലീറ്റ് ചെയ്യാം. ഹോണസ്റ്റി, ഇയർ, റെയിൻ, നെസ്റ്റ്, ട്രീസ്, സീഡ്. Fill in the blanks which word from the story, the seed of truth, and write them in the columns provided. Vidyadhara is the king of Gandhara. The king wanted to find a successor. Pingala is the poor farmer's son. The king distributed some seeds to the children. The king arrived to look at the plants. The children put on their best clothes. The king was happy to see the empty pot. നമുക്ക് കിട്ടിയ ആൻസേഴ്സ് ഒക്കെ ഒന്ന് എഴുതി നോക്കൂ. വിദ്യാധര, സക്സസർ, പിംഗള, സീഡ്സ്, പ്ലാന്റ്സ്, ബെസ്റ്റ്, എംറ്റി. അപ്പോൾ ഇതിൽ നമ്മൾ കളർ ചെയ്ത് റൗണ്ട് ചെയ്ത ഭാഗത്ത് വരുന്ന എല്ലാ വേർഡുകളും നിങ്ങൾ താഴെയായി എഴുതി നോക്കൂ. Now write the letters found in circle together. You will get a quality of Pingala. Honesty. Okay, very good. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.